ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് എന്നുള്ള സബ്ജക്ട്സിൽ എ ഡി ടി, അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ്, ദെൻ ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഡാറ്റ ഈസ് എ വാല്യൂ ഓർ സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. ഓക്കെ, സോ ഈ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യണത് എവിടെയായിരിക്കും? വാരിയബിളിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ സപ്പോസ് ഇപ്പോൾ 10 എന്നുള്ള ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ ആ 10 എന്നുള്ള ഡാറ്റ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുക? ഒരു വാരിയബിളിലാണ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈച്ച് വാരിയബിൾ ഹാസ് എ ടൈപ്പ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു വാരിയബിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള നമ്പേഴ്സ് എന്താണ്? ഫ്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഹോൾ നമ്പേഴ്സാണ്. സോ ഇത് നമ്മൾ സ്റ്റോർ ചെയ്യുക ഇൻറ്റീജർ ടൈപ്പായിട്ടാണ് സ്റ്റോർ ചെയ്യുക. സപ്പോസ് നമുക്കൊരു ഡെസിമൽ പോയിൻ്റ് ഉള്ള നമ്പറാണ് 2.5 എന്നുള്ളതാണ് നമ്മുടെ ഡാറ്റ എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡാറ്റ നമ്മളൊരു വാരിയബിളിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഈ വാരിയബിളിന് ഒരു ടൈപ്പ് ഉണ്ടായിരിക്കും. ആ ഒരു ടൈപ്പാണ് ഫ്ലോട്ട്. ഓക്കെ, സപ്പോസ് നമ്മളൊരു ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്യുന്നത് വയ്ക്കാം. സി എന്നുള്ള വാരിയബിൾ, എല്ലാ ഡാറ്റയും നമ്മളൊരു വാരിയബിളാണ് സ്റ്റോർ ചെയ്യാം. സപ്പോസ് നമ്മളൊരു ക്യാരക്ടർ എക്സ് എന്നുള്ള ഒരു ക്യാരക്ടറാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു വാരിയബിളിൻ്റെ ടൈപ്പ് എന്തായിരിക്കും? ക്യാർ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, സോ ഡാറ്റ നമ്മൾ വാരിയബിളിലാണ് സ്റ്റോർ ചെയ്യുക. ഏതൊരു വാരിയബിൾ ആണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ഒരു ടൈപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, ഏതൊരു വാരിയബിൾ ആണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ഒരു ടൈപ്പ് ഉണ്ടായിരിക്കും. സോ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ്. ഇൻ എവറി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദർ ഈസ് എ സെറ്റ് ഓഫ് ഡാറ്റ ടൈപ്സ് കോൾഡ് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ്, അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ഓർ പ്രൈമറി ഡാറ്റ ടൈപ്സ്. സോ ദീസ് ആർ ദി ഫണ്ടമെൻ്റൽ ടൈപ്സ് ദാറ്റ് ആർ പ്രൊവൈഡഡ് ബൈ ദ ലാംഗ്വേജ് ടു സ്റ്റോർ വാരിയസ് കൈൻഡ്സ് ഓഫ് ഡാറ്റ. സോ ഓൾറെഡി സിസ്റ്റം ഡിഫൈൻ ചെയ്തിട്ടുള്ള കുറച്ച് ഡാറ്റ ടൈപ്സ് ഉണ്ടായിരിക്കും. സോ നമുക്കത് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾറെഡി ഇപ്പോൾ സി ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ ഓൾറെഡി സിസ്റ്റം ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ, ഡബിൾ, ഈ ഒരു ഡാറ്റ ടൈപ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. ദേ ആർ നോൺ ആസ് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ്. ഓക്കെ, ഫോർട്രാൻ എടുക്കുകയാണെങ്കിൽ അതിലുള്ള ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് ആണ് ഇൻറ്റീജർ, റിയൽ, കോംപ്ലെക്സ്, ഡബിൾ, പ്രിസിഷൻ, ക്യാരക്ടർ, എക്സെട്ര. പാസ്കൽ ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് ആണ് ഇൻറ്റീജർ, റിയൽ, ക്യാരക്ടർ, ബൂളിയൻ, എക്സെട്ര. നെക്സ്റ്റ് ഡെഫിനേഷൻ ഓഫ് ഡാറ്റ ടൈപ്പ് ആണ്. സോ ഡാറ്റ ടൈപ്പ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ആക്ട് ഓൺ ദോസ് ഒബ്ജക്ട്സ്. സോ ഡെഫിനേഷൻ വൈസ് പറയുകയാണെങ്കിൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞു ഇൻറ്റീജർ, ക്യാരക്ടർ, ഇൻറ്റീജർ, ക്യാർ, ഫ്ലോട്ട്, അതെല്ലാം സിയിലുള്ള ഡാറ്റ ടൈപ്സ് ആണ്. ഇസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ആക്ട് ഓൺ ദോസ് ഒബ്ജക്ട്സ് ആണ്. സോ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. സോ ഇറ്റ് ഡിഫൈൻസ് എ സർട്ടൻ ഡൊമൈൻസ് ഓഫ് വാല്യൂസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഡിഫൈൻസ് സർട്ടൻ ഓപ്പറേഷൻസ് അലൗഡ് ഓൺ ദോസ് വാല്യൂസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഡാറ്റ ടൈപ്പ് നമ്മൾ എക്സാമ്പിളാണ് ഇൻറ്റ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, സോ ഇൻറ്റ് ഡാറ്റ ടൈപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്? അതിനകത്ത് വരുന്ന ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് 0 റെപ്രസെൻറ്റ് ചെയ്യും, +or-1, +or-2, എക്സെട്ര. ഇതിന് കറസ്പോണ്ടിങ് ഒരു മിനിമം വാല്യൂ ഉണ്ടായിരിക്കും, ഇതിന് കറസ്പോണ്ടിങ് ഒരു മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് നമുക്ക് ഇൻറ്റീജർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ആക്ട് ഓൺ ദോസ് ഒബ്ജക്ട്സ്. സോ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഓൺ ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് പോസിബിൾ ആണ്. സോ ബേസിക് ആയിട്ട് നമുക്ക് പറ്റുന്ന അരിതമെറ്റിക് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലസ് ഓപ്പറേഷൻ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഡാറ്റ ടൈപ്പിൽ നമുക്ക് പെർഫോം. ദെൻ വേറെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള അരിതമെറ്റിക് ഓപ്പറേഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ ഇൻറ്റീജേഴ്സ് കമ്പാരിസൺ ചെയ്യാൻ പറ്റും, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. So next, how the objects of the data type are represented. സോ എങ്ങനെയാണ് നമ്മൾ ഈ ഒബ്ജക്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക? സോ മെമ്മറിയിലാണ് നമ്മൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. സോ ഒരു ക്യാരക്ടർ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ 1 ബൈറ്റ് ഓഫ് മെമ്മറിയാണ് അത് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടാവുക. ഒരു ഇൻറ്റീജർ ആണെങ്കിൽ മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചില മെഷീൻസിൽ 2 ബൈറ്റ്സ് ആയിരിക്കാം, ചില മെഷീൻസിൽ 4 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് ഇൻറ്റീജർ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സപ്പോസ് ഇൻറ്റീജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 2 ബൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഇൻറ്റീജർ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എത്രയായിരിക്കും? 2⁻15 - 1. സോ ഈ ഒരു വാല്യൂ ആണ് മാക്സിമം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. മിനിമം ഇൻറ്റീജർ വാല്യൂ എന്ന് പറയുന്നത് -2⁻15 ആണ്. ദറ്റ് ഈസ്
-32768 എന്നുള്ള ഇൻറ്റീജറാണ് മിനിമം ഇൻറ്റീജർ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതാണ് ആ സെറ്റ് ഓഫ് ഡൊമൈൻസ്. ഈ റേഞ്ചിനകത്തുള്ള വാല്യൂസ് ആണ്. ദാറ്റ് ഈസ് -32768 തൊട്ട് 32767 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് 2 ബൈറ്റ്സ് ആണ് ഇൻറ്റീജർ എങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്. നെക്സ്റ്റ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. സോ വെൻ an application requires a special kind of data which is not available as built-in data type, then its programmer's burden to implement his own kind of data type. So built-in data types യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റീജേഴ്സ്, ക്യാരക്ടേഴ്സ്, ഫ്ലോട്ട് അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്തു. ചില കേസസിൽ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡാറ്റാസ് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഇതിൻ്റെ ഒരു കളക്ഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരാം. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോഗ്രാമറാണ് നമ്മുടേതായിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരാം. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. ഓക്കെ, സോ ദ പ്രോഗ്രാമർ ഹാസ് ടു ഗിവ് മോർ എഫേർട്ട് റിഗാർഡിംഗ് how to store value for that data, what are the operations that meaningfully manipulate the variables of that kind of data, amount of memory required to store for a variable. So പ്രോഗ്രാമർ എന്താണ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടേതായിട്ടുള്ള റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഒരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ സ്റ്റോർ ചെയ്യാം, എന്തൊക്കെ ഓപ്പറേഷൻസ് അതിനകത്ത് പെർഫോം ചെയ്യാം, എത്ര എമൗണ്ട് ഓഫ് മെമ്മറിയാണ് അതിന് ആവശ്യം, ഇതെല്ലാം he has to implement. The programmer has to decide all these things and accordingly he has to implement it. Programmer's own data type is called as user defined data type. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സി ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ സി ലാംഗ്വേജിൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ടൈപ്പ്. C++ ആണെങ്കിൽ ക്ലാസ്. ആൻഡ് യൂസിങ് റെക്കോർഡ് ഇൻ പാസ്കൽ പ്രോഗ്രാമേഴ്സ് ക്യാൻ ഡിഫൈൻ ദെയർ ഓൺ ഡാറ്റ ടൈപ്സ്. സോ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് സിയിൽ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമുക്കറിയാം ഒരു സ്ട്രക്ചറിനകത്ത് ഇപ്പോൾ സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു സ്ട്രക്ചർ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റുഡൻസിൻ്റെ നെയിം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റുഡൻറ്റിൻ്റെ ഏജ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണിത്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ യൂസറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇപ്പോൾ നെയിമും ഏജും മാത്രമാണെങ്കിൽ ഈ 2 ഫീൽഡ് മതി. ഇപ്പോൾ ഒരു 5 ഫീൽഡാണ് നമുക്ക് നെയിം, ഏജ്, മെയിൽ ഐ ഡി, ദെൻ മാർക്സ് അതൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സ്ട്രാ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ യൂസറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് യൂസർ ഡിഫൈൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് ഡെഫിനേഷൻ നോക്കാം. So an abstract data type is a data type that is organized in such a way that the specification of the objects and the specification of operations on the objects is separated from the representation of objects and the implementation of operations. So ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഒബ്ജക്ട്സ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ഒബ്ജക്ട്സിൽ പെർഫോം ചെയ്യാന്നുണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഒബ്ജക്ട്സ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഓപ്പറേഷൻസ്. സോ അതിനകത്തുള്ള ഇപ്പോൾ ഓപ്പറേഷൻസ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു? ഇപ്പോൾ സപ്പോസ് ഒരു അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. സോ ഇതിനകത്ത് ഇത്രയും ആലോചിച്ചാൽ മതി. അബ്സ്ട്രാക്റ്റ് മീനിങ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് എന്തൊക്കെ ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാം, ആ ഓപ്പറേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഹൗ ദീസ് ഓപ്പറേഷൻസ് ആർ ഇംപ്ലിമെൻറ്റഡ് വിച്ച് ഈസ് ഹിഡൻ ഫ്രം ദി യൂസർ. ഓക്കെ, അതാണ് അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ്. ഒരു ഡെഫിനേഷൻ കൂടി നോക്കാം. ദാറ്റ് ഈസ് അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്സ് ആർ ദ ഡാറ്റ ടൈപ്സ് വിച്ച് ഡിഫൈൻ ഓപ്പറേഷൻസ് ഓൺ വാല്യൂസ് യൂസിങ് ഫങ്ഷൻസ്. സോ ഇവിടെ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് വിത്തൗട്ട് സ്പെസിഫൈങ് വാട്ട് ഈസ് ദർ ഇൻസൈഡ് ദ ഫങ്ഷൻ. ബട്ട് ഫംഗ്ഷൻ അകത്തുള്ള വർക്കിംഗ് നമുക്ക് അറിയില്ല, അത് ഹിഡൻ ആയിരിക്കും. ആൻഡ് ഹൗ ദ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ്, അതിനകത്ത് ഇപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നു, ഈ ഫംഗ്ഷനെ കൊണ്ട് ഇന്ന കാര്യം നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. ബട്ട് ഹൗ ദീസ് ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ദേ ആർ ഹിഡൻ ഫ്രം ദി യൂസർ ആയിരിക്കും. ഓക്കെ, അതൊക്കെ ഹിഡൻ ആയിരിക്കും. ഇതാണ് അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ ഡസ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ ഓപ്പറേഷൻസ്
of an ADT differ from the implementation of operations. സോ നമ്മൾ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പിൽ കണ്ടതായിരുന്നു. എന്താണ് അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പിൽ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കും, ഒബ്ജക്ട്സ് എന്താണ്, ഒബ്ജക്ട്സിനകത്ത് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് നമുക്കറിയാം, ബട്ട് ദ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ആർ ഹിഡൻ ഫ്രം ദി യൂസർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഒരു സ്പെസിഫിക്കേഷനും ഇംപ്ലിമെൻറ്റേഷനും ഡിഫർ ചെയ്യുന്നത്? സ്പെസിഫിക്കേഷനിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കാം? സ്പെസിഫിക്കേഷൻ കൺസിസ്റ്റ് ഓഫ് ഫംഗ്ഷൻ name of every function and the type of its arguments and its type of its result. ഒരു ഫംഗ്ഷൻ, അതിനകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് എന്താണ്, അതിൻ്റെ റിസൾട്ട് ഏത് ടൈപ്പാണ്, ഇത്രയാണ് സ്പെസിഫിക്കേഷനിൽ ഉണ്ടായിരിക്കാം. ദർ ഷുഡ് ബി എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ദ ഫംഗ്ഷൻ ഡസ്. ആ ഫംഗ്ഷൻ വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ബട്ട് വിത്തൗട്ട് അപ്പീലിംഗ് ടു ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ്. ഈ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഹിഡൻ ആയിരിക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് അബ്സ്ട്രാക്റ്റഡ് ആണ്, അതായത് യൂസറിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കാം ഇംപ്ലിമെൻറ്റേഷനും ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻസും. സോ ഈ ഒരു കാരണത്താൽ നമുക്ക് എന്ത് പറയാം, അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിളാണ് അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ് സ്റ്റാക്ക് ADT. സ്റ്റാക്ക് ADT stack is an abstract data type. It is used to store data in a linear fashion. A stack has only a single end, that is stack's top, through which we can insert or delete data from it. അപ്പോൾ സ്റ്റാക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അപ്കമിങ് സെഷൻസിലൊക്കെ നോക്കാം. സോ ഇപ്പോൾ ജസ്റ്റ് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കാം. ഇപ്പോൾ സ്റ്റാക്കിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഒരു എൻട്രി കോഡെയാണ്, അതായത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ഇതിൽ കൂടെ തന്നെ ഇൻസേർട്ട് ചെയ്യും, ഇതിൽ കൂടെ തന്നെ ഡിലീറ്റ് ചെയ്യും. ഇൻസേർട്ട് ചെയ്യുന്നതിന് നമ്മൾ പുഷ് ഓപ്പറേഷൻ എന്ന് പറയും, ഡിലീറ്റ് ചെയ്യുന്നതിന് നമ്മൾ പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ലീനിയർ ഫാഷനിലാണ് സ്റ്റോർ ചെയ്യുക. ഇപ്പോൾ 10 എന്നുള്ള ഒരു ഡാറ്റ സ്റ്റോർ ചെയ്തു, 20 എന്നുള്ള ഡാറ്റ സ്റ്റോർ ചെയ്തു, ഇപ്പോൾ 30 പുഷ് ചെയ്തു, 40 പുഷ് ചെയ്തു. സോ നമുക്ക് ഇത്രയും എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്തു. പോപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഏറ്റവും ടോപ്പിലുള്ള എലമെൻ്റാണ് ആദ്യം ഡിലീറ്റ് ആയി കിട്ടുക. അപ്പോൾ ആദ്യം പോപ്പ് ചെയ്യണത് എന്തായിരിക്കും, 40 ആണ് ആദ്യം ഡിലീറ്റ് ചെയ്ത് കിട്ടുക. നെക്സ്റ്റ് പോപ്പ് ചെയ്താൽ 30 ആണ് ഡിലീറ്റ് ചെയ്ത് കിട്ടുക. നെക്സ്റ്റ് പോപ്പ് ചെയ്താൽ 20 ആണ് ഡിലീറ്റ് ചെയ്ത് കിട്ടുക. നെക്സ്റ്റ് പോപ്പ് ചെയ്താൽ 10 ആണ് ഡിലീറ്റ് ചെയ്ത് കിട്ടുക. അപ്പോൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഇത്രയും അറിഞ്ഞിരിക്കാം. സോ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയാൻ കാരണം എന്താണ്, ഇതിനകത്തുള്ള ഓപ്പറേഷൻസ് എല്ലാം എന്തൊക്കെയാണെന്നുള്ളത് അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഈസ് ഫുൾ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ സ്റ്റാക്ക് ഈസ് ഫുൾ ഓർ നോട്ട്. സ്റ്റാക്ക് ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് ഈസ് ഫുൾ. ഈസ് എംപ്റ്റി എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി ഓർ നോട്ട്. പുഷ് എക്സ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു പുഷ് എക്സ് ഇൻ ടു ദ സ്റ്റാക്ക്. സ്റ്റാക്കിലേക്ക് എക്സ് എന്നുള്ള ഐറ്റം ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യാം. പോപ്പ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് വൺ എലമെൻറ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. സ്റ്റാക്ക് ടോപ്പിലുള്ള എലമെൻറ്റ് ഡിലീറ്റഡ് ആയി കിട്ടും. Then peak, it is used to get the topmost element of the stack. Currently ടോപ്പ് പൊസിഷനിൽ ഏത് എലമെൻ്റ് ആണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പീക്ക് ഓപ്പറേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റാക്കിൽ എന്താണ്, എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും, ഈ ഒരു ഈസ് ഫുൾ, ഈസ് എംപ്റ്റി, പുഷ്, പോപ്പ്, സ്പീക്ക്, ഇത്രയും ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ബട്ട് ഈ ഓപ്പറേഷൻസിനൊക്കെ കറസ്പോണ്ടിങ് ഒരു ഡെഫിനിഷൻ, അല്ലെ ഈ ഒരു ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഇതിനൊക്കെ കറസ്പോണ്ടിങ് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ഇംപ്ലിമെൻറ്റേഷൻസ് എല്ലാം യൂസറിൽ നിന്ന് ഹിഡൻ ആയിരിക്കും. അപ്പോൾ യൂസറിന് എന്തൊക്കെ അറിയാം, സ്റ്റാക്ക് എന്താണെന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാനറിയാം. ബട്ട് സ്റ്റാക്കിൻ്റെ ഡെഫിനിഷൻ, അത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്, അതെല്ലാം ഹിഡൻ ആയിരിക്കും. ഓക്കെ, ഈ ഫംഗ്ഷൻസ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നതെല്ലാം ഹിഡൻ ആയിരിക്കും. ദർ ആർ മൾട്ടിപ്പിൾ വേസ് ടു ഇംപ്ലിമെൻറ്റ് ഇൻ ADT. ഇപ്പോൾ ഈ ഒരു സ്റ്റാക്ക് ADT എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റാക്കിനെ നമുക്ക് അറേ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ബട്ട് ഈ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് യൂസറിന് അറിയില്ല, ഹിഡൻ ആയിരിക്കും. ഓക്കെ, അതാണ് അബ്സ്ട്രാക്റ്റ് ഡാറ്റ. യൂസറിന് ആവശ്യമുള്ള അറിയുന്ന കാര്യം എന്തായിരിക്കും, ഈ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാമെന്നുള്ളത് മാത്രം. നെക്സ്റ്റ്, വൈ ADT? So ADT provides abstraction. Abstract data types provides abstraction. Abstraction എന്ന് പറഞ്ഞാൽ എന്താണ്? It is the process of providing only essential information and hiding unnecessary details. So it is done with the help of abstract data type in data structure. സോ നമുക്ക് ഇതൊരു റെസ്ട്രിക്റ്റഡ് വ്യൂ ആണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എസെൻഷ്യൽ ഇൻഫർമേഷൻ ഷോ ചെയ്യുന്നുണ്ടാവും, അൺനെസസറി ഡീറ്റെയിൽസ് എല്ലാം ഹിഡൻ ആയിരിക്കും. അല്ല, അപ്പോൾ സ്റ്റാക്ക് ADTയുടെ കേസിൽ എന്തായിരുന്നു, നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണെന്നുള്ളത് അറിയാം, ബട്ട് ദി ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് ഈസ് ഹിഡൻ ഫ്രം ദി യൂസർ. Okay, this allows the user to interact with the data structure at a higher level, focusing on what it does rather than how it does. നമുക്കറിയാം എന്താണ് അവിടെ നടക്കണമെന്ന് അറിയാം, ബട്ട് ഹൗ ഓർ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് ഈസ് ഹിഡൻ ആണ്.
This separation of concern simplifies the programming. So it simplifies the programming and reduces the likelihood of errors caused by direct manipulation of data. So errors reduce ചെയ്യാനും program simplification എല്ലാം help ചെയ്യുന്നുണ്ട് ഈ ഒരു separation. The next one ആണ് code reusability. So next advantage എന്താണ്? Code reusability ആണ്. ADT promotes the code reusability by encapsulating data and operations into a self-contained units. രണ്ടും കൂടി റാപ്പ് ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. So once an ADT like stack or queue is defined and implemented, it can be readily used in various part of the program or even in different projects, reducing the redundant code and development time. അപ്പോൾ നമ്മൾ ഈ വൺസ് സ്റ്റാക്കിൻ്റെ ഈ ഓപ്പറേഷൻസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോഡ് തന്നെ ഡിഫറെൻറ്റ് പാർട്സിൽ യൂസ് ചെയ്യാം, ഡിഫറെൻറ്റ് പ്രൊജക്ട്സിൽ നമുക്ക് യൂസ് ചെയ്യാം. സോ കോഡ് റീയൂസബിലിറ്റി അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് വൺ മോഡിഫിയബിലിറ്റി ആൻഡ് മെയിൻറ്റനബിലിറ്റി. ബൈ ഹൈഡിങ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ADT enables changes to the internal representation of data structure without affecting the code that uses it. നമുക്കറിയാം സ്റ്റാക്ക് ADT എന്ന് പറയുന്നത് അറേ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഈ ഇംപ്ലിമെൻറ്റേഷൻ സപ്പോസ് നമ്മൾ അറേ ആയിരുന്നു ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്തത്, അത് ചേഞ്ച് ചെയ്തിട്ട് ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു അറേ മാറ്റിയിട്ട് ലിങ്ക് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് അണ്ടർലൈങ് സ്ട്രക്ചർ വുഡ് നോട്ട് റിക്വയർ ആൾട്ടറിങ് ദ ക്ലയൻറ്റ് കോഡ്. അപ്പോൾ ഈ ക്ലയൻറ്റ് കോഡിൽ ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമില്ല. ക്ലയൻറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോഗ്രാം വിച്ച് യൂസേഴ്സ് ദ ഡാറ്റ സ്ട്രക്ചർ. സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് കോഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിൽ ചേഞ്ചസിൻ്റെ ആവശ്യമില്ല, ആസ് ലോങ് ആസ് ദ ADT's ഇൻ്റർഫേസ് റിമൈൻസ് കൺസിസ്റ്റൻറ്റ്. നമുക്കറിയാം ADTയിലെ ഇൻ്റർഫേസിൽ എന്തൊക്കെയാണ്? സ്റ്റാക്കിൽ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും, പോപ്പ് ചെയ്യാൻ പറ്റും, ഈസ് എംപ്റ്റി, ഈസ് ഫുൾ, പീക്ക് ഓപ്പറേഷൻ. ഈ ഓപ്പറേഷൻസ് ആണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഇതിൽ ഇംപ്ലിമെൻറ്റേഷൻ മാറിയാലും ഈ കോഡ് ക്ലയൻറ്റ് കോഡിൽ കറസ്പോണ്ടിങ് ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമില്ല. സോ ദിസ് സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ്സ് ദ മെയിൻറ്റനബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി ഓഫ് ദി സോഫ്റ്റ്വെയർ. സോ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ മാറിയാലും പ്രോഗ്രാം ക്ലയൻറ്റ് കോഡിലൊന്നും ചേഞ്ചസ് വരുത്തേണ്ടി വരില്ല. ഓക്കെ, അതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വൺ മോഡുലാരിറ്റി ആണ്. So modularity refers to dividing the complex systems into smaller sections where each section can be used to perform a specific task. So ADT promotes modularity in programming as the changes to its implementation do not affect the rest of the code. നമ്മൾ പറഞ്ഞു implementation പാർട്ടിൽ ചേഞ്ച് വന്നാൽ it does not affect the rest of the code as long as the interface remains the same. So stack ADT is a modular because all stack related operations are grouped together independent of other parts of the system. So ഈ ഒരു ADT എന്ന് പറയുന്നത് മോഡുലാരിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്നുള്ള ടേം എന്താണെന്ന് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് that allows programmers to handle complex data while hiding the unnecessary details from the user. ഓക്കെ, അപ്പോൾ യൂസറിന് എന്താണ് എസെൻഷ്യൽ ഡീറ്റെയിൽസ് മാത്രം ഷോ ചെയ്ത് കാണിച്ചു കൊടുക്കുക, അൺനെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഹൈഡ് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുക. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഡിഫൈനിങ് എ ഡാറ്റ സ്ട്രക്ചർ ബൈ ഇറ്റ്സ് എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ ഇറ്റ് rather than by its implementation. സോ നമുക്ക് ഒരു ഡാറ്റ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനകത്തുള്ള എസെൻഷ്യൽ പ്രോപ്പർട്ടി എന്താണ്, അതിൻ്റെ ഓപ്പറേഷൻസ് എന്താണ്, അതൊക്കെ നമുക്ക് യൂസറിന് ഷോ ചെയ്യുന്നുണ്ടാവും rather than its implementation. In data abstraction, the focus is on what operations are to be performed rather than how these operations are implemented. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. This separation of concerns helps in designing robust and reusable code, as the underlying implementation can be changed without affecting the code that uses the abstract data. So നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ ചേഞ്ച് ചെയ്താലും ആക്ച്വൽ കോഡിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. സോ റീയൂസബിൾ, പിന്നെ ഈ ഒരു ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് എന്താണ് കോഡ് റീയൂസബിലിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡാറ്റ ടൈപ്പ്, അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് ആൻഡ് ഡാറ്റ അബ്സ്ട്രാക്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.